വണ്ടിയിൽ കയറിയാൽ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, എന്തെങ്കിലും ഒരു കഥ, വണ്ടീൻ്റെ ഒരു കഥ പറയണം എന്നൊരു വിചാരം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ എപ്പോഴും വരും. വണ്ടിയിൽ കയറിയാൽ അപ്പോൾ വിചാരിക്കും. ഇന്ന് ഞാനൊരു രസകരമായ ഒരു കഥ പറയേ. ഈ വണ്ടി പഞ്ച് വാങ്ങിയ സമയത്ത് ഞാൻ വണ്ടി പൂജിക്കാൻ പോയി ഗുരുവായൂർ. ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി, ഞങ്ങൾ രണ്ടാളും കൂടി സ്വന്തം പോയത്. വേറെ ആരും വരാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വന്തം പോയി. അപ്പോൾ വണ്ടീൻ്റെ എല്ലാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്കെല്ലാം ഒന്നും ശരിക്കും അറിയത്തുണ്ടായിരുന്നില്ല. സ്റ്റിയറിങ് പിടിക്കാനും ക്ലച്ച് ബ്രേക്ക് പിന്നെ എൻ്റെ മോൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ AC ഓണാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റാക്കി വെച്ച് ഞാൻ വണ്ടി ഓണാക്കാൻ പോകും, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഗുരുവായൂർ പോയി കുറേ അങ്ങോട്ട് എത്തുമ്പോൾ ഈ AC-ൻ്റെ ഫങ്ഷൻ മാറ്റിയാണ് പോയിട്ടിരുന്ന. ആരും ഒന്ന് വണ്ടി എടുത്തപ്പം മരുമോനാണോ പേരക്കുട്ടിയാണോ ആരാളില്ല, ഒന്നും അതിൻ്റെ ഫങ്ഷൻ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടാളുടെയും കാലിലേക്കാണ് AC ഇരിക്കുന്നത്. കാല് മരച്ചിട്ട് വണ്ടി ഓടിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാറ്റാൻ ഞങ്ങൾക്ക് അറിയില്ല. എങ്ങനെയാണ് ഇത് മാറ്റുക? ടച്ചും അല്ലേ, നമ്മൾ ഫോണിൽ തൊടുമ്പോലെയല്ലേ, എവിടെയും തൊട്ട് എവിടെയും പോയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ സഹിച്ച് പോയി. അവസാനം കാല് മരച്ചിട്ട് ഓളെ കാലും മരച്ച് എൻ്റെ കാലും മരച്ച്. എന്നിട്ട് ഞങ്ങൾ അവസാനം ഒരു കടയിൽ കയറി ചൂടുള്ള ചായയൊക്കെ കുടിച്ച്, ചൂട് സമയമായതുകൊണ്ട് AC ഇല്ലാണ്ട് വണ്ടി ഓടിക്കാനും പറ്റില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ എവിടെയോ ഒന്ന് തൊട്ടു. അത് ഫാനിലായിരുന്നു തൊട്ടത്. ഫാനായിട്ട് കറങ്ങിയിട്ട് ഭയങ്കര എയറോപ്ലെയിൻ വരും പോലത്തെ സൗണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ എയറോപ്ലെയിൻ താഴേക്ക് വന്നാൽ ഞങ്ങളുടെ സൗണ്ട് അതേപോലത്തെ സൗണ്ട്. ഒന്നും കേൾക്കുന്നില്ല. ഇത് വണ്ടി ഞങ്ങളിപ്പോൾ അത് ഓഫാക്കാൻ അതും അറിയില്ല. ഈ ഭയങ്കര സൗണ്ടിൽ ഞങ്ങൾ കുറേ ദൂരം പോയി. എന്നിട്ടിപ്പോൾ AC ആണെങ്കിൽ ഓഫാക്കിയിട്ട് അതും പറ്റുന്നില്ല, ചൂടും കൊണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോവുക. അപ്പം ഞങ്ങൾ ആരോടാ ചോദിക്കുമ്പോൾ നാണക്കേടാവില്ലേ, എല്ലാവരും വിചാരിക്കില്ല ഒന്നും അറിയാതെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് വരുന്നതെന്ന്. ഞങ്ങൾ കുറേ സമയം എത്തിയപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു 15-16 വയസ്സുണ്ടാവും, ഒരു ആൺകുട്ടി. ഞങ്ങൾ അതിൻ്റെ അടുത്ത് ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി. ആ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടി. അപ്പം ഞാൻ അവിടെ വണ്ടി നിർത്തി. ഞാൻ ആ കുട്ടീനെ വിളിച്ചു, മോനെ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ടൈം ഓട്ടോമാറ്റിക്കാണ്, അപ്പം ഞങ്ങൾക്ക് ഓടിക്കാനുള്ള ശരിക്കും ഒന്ന് ഫങ്ഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് ഫാൻ ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ കറങ്ങാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മക്കൾക്കറിയാമല്ലോ, അവർ ജനിച്ചത് കമ്പ്യൂട്ടർ യുഗത്തിലല്ലേ. നമ്മൾ ജനിച്ചത് എപ്പോഴാണ്? സൂര്യനെ നോക്കി സമയം പറയുന്ന കാലത്തല്ലേ. അപ്പോൾ ഈ കുട്ടി ഞാൻ നോക്കാൻ ചേച്ചിന്ന് പറഞ്ഞ് നോക്കി അവനത് കൂളായിട്ട് ശരിയാക്കി തന്നു. അതാണ് ഒരു കോമഡി. അങ്ങനെ ഒരു കോമഡി സംഭവിച്ചു ഞങ്ങൾക്ക്.